Intelligence cock at last witnessed watched L2's teaser. സാധാരണ ടീസർ വരാറുണ്ട്, കാണാറുണ്ട്. ഇതിന് മുൻപ് ഞാൻ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ട് ഞെട്ടിപ്പോയിട്ടുള്ളത്, അതായത് ടീസർ ഓർ ട്രെയിലർ കണ്ടിട്ട് ഹമ്മേ എന്ന് വിചാരിച്ചിട്ടുള്ളത് ബാഹുബലി 2, അതുപോലെ തന്നെ ലൂസിഫർ ഇറ്റ്സെൽഫ്. ലൂസിഫറിൻ്റെ ട്രെയിലർ കണ്ടിട്ട് എൻ്റെ പൊന്നോ, അത് കണ്ടപ്പോഴും അപ്പം തന്നെ സിനിമ കാണാനുള്ള ഒരു മൂഡായിരുന്നു. അതുപോലത്തെ പെട്ട സാധനമായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കൊക്കെ പോയിട്ട് ലൂസിഫറിൻ്റെ ട്രെയിലർ എടുത്ത് കാണാറുണ്ട്. പിന്നെ KGF 2, അത് പിന്നെ പറയണ്ടല്ലോ, വേറെ മാതിരി. പിന്നെ ലോകേഷിൻ്റെ വിക്രം. ഈ ടീസറിന് ഇത്രയും വെയിറ്റ് ചെയ്യുന്നു കാരണം 7.7 PM ആണല്ലോ പറഞ്ഞത്. ആ സമയമാകുമ്പോഴേക്ക് ഒരുമാതിരി കൈൻഡ് ഓഫ് ഹാർട്ട് ബീറ്റ്സ് ഒക്കെ ഹയർ ആവുന്ന പോലെ. ഓൾറെഡി നമുക്കറിയാം ഖുറേഷി എബ്രഹാം ആരാണെന്നും പരിപാടിയൊക്കെ അറിയാം. പക്ഷേ എന്താണ് പൃഥ്വിരാജ് പണി വെച്ചിരിക്കുന്നതെന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതിലാണ് കണ്ടിട്ടുള്ളത്. ടീസർ കണ്ടപ്പോഴും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്, ലൂസിഫറിൻ്റെ ട്രെയിലറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സ്കെയിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ പതിയെ തുടങ്ങി ലാസ്റ്റ് പട്ടയും പറഞ്ഞ് മൊണ്ടാഷ് കടിച്ചിട്ട് നമ്മൾക്ക് അഡ്രിനൽ റഷ് ഉണ്ടാക്കി ഇപ്പം റിലീസ് ചെയ്യടാ പടം എന്ന് പറയുന്ന ആ പരിപാടിയിലുള്ള ഒരു മീറ്ററിലല്ല ഇതിൻ്റെ ടീസർ കട്ട് ചെയ്തിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതും. അതായത് ഈ പടം ഇത്രയും വലിയ പടമാണെന്ന് നമുക്കറിയാം. മലയാളത്തിലെ ഏറ്റവും വലിയ പടമാണ്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പടം എന്താണ്, അതിൻ്റെ ഒരു ഗ്ലിംസസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പരിപാടി വരുന്നുണ്ട് മക്കളെ എന്നുള്ള സാധനമാണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ ഇമോഷനെ ഇവോക്ക് ചെയ്ത് വേറെ ലെവലിൽ എത്തിച്ച് തരിപ്പുണ്ടാക്കുന്ന സാധനമല്ല. ഷോർട്സുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. സാധാരണ ഹോളിവുഡ് ലെവൽ എന്ന് പറഞ്ഞ പൃഥ്വിരാജിനെ തന്നെ തമാശ പറയാറുണ്ട്. പക്ക ഹോളിവുഡ് ലെവൽ ഐറ്റം മീൻസ് ഉദ്ദേശിക്കുന്നത് ടെക്നിക്കലിയാണ്. ഇതിൻ്റെ കഥയും പരിപാടിയൊന്നും നമുക്കറിയില്ല. പക്ഷേ ഷോർട്സ് കാണുന്ന സമയത്ത് എസ്പെഷ്യലി വൈഡ് സാധനങ്ങൾ, കാരണം ഒറിജിനൽ ലൊക്കേഷൻ പോയിട്ടാണ് എടുത്തിരിക്കുന്നത്. റിയൽ ലൊക്കേഷൻസ് ആണല്ലോ, ഇത്രയും രാജ്യങ്ങൾ പോയിട്ട് എടുത്തുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ ഓരോ ഷോട്ടിലും കാണാൻ പറ്റും. അതിൻ്റെ ഒരു മാഗ്നാനിമിറ്റി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഓരോ ഷോട്ടിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പല ഷോട്ട്സ് ആ കുതിര തീപിടിച്ച് ഓടുന്ന സാധനം, പിന്നെ കുറേ സ്ഥലത്ത് ഈ ഫയർ കാണിച്ചിരിക്കുന്നത്, പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വെപ്പൺസ്, ഹെലികോപ്റ്റർ, അതുപോലെ വലിയ പരിപാടികളാണല്ലോ മൊത്തത്തിലുള്ളത്. പിന്നെ എക്സ്പ്ലോഷൻസ് ഒക്കെ തന്നെ ലൂസിഫറിൽ തന്നെ റിയൽ ആയിട്ടുള്ള എക്സ്പ്ലോഷൻസ് കാണിച്ചിരിക്കുന്നത്, CGI പരിപാടിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഇതിലും അത്തരം പരിപാടികളാണ്. അങ്ങനെ നല്ലോണം പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സിനിമയാണെന്ന് ഇത് കണ്ടാലേ അറിയാം. പിന്നെ ഏതൊരു സിനിമയുടെ ആയി കഴിഞ്ഞാൽ നമുക്ക് 100% അത് ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അത് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ടീസറോ ട്രെയിലറോ കണ്ടാലൊന്നും പറയാൻ പറ്റില്ല. ഈവൻ സിനിമ തന്നെ നമ്മളെ കയ്യിൽ ഇപ്പോൾ അയച്ചു തന്നു കഴിഞ്ഞിട്ട് കണ്ടാലും ആ തിയേറ്ററിൽ പോയി കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അത് വേറെ പരിപാടിയാണ്, അത് വേറെ സൈക്കോളജിക്കൽ സംഭവമാണത്. പക്ഷേ പൃഥ്വിരാജിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രെഡിബിലിറ്റിയാണ്. കാരണം ഇത്രയും ആളുകൾക്ക് ഇത്രയും വിശ്വാസമല്ല, ഈ പടം ഒരിക്കലും ഒരു മോശം സിനിമയോ ഈ പടം ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല, ഒരു ഗ്യാരണ്ടി ഉള്ള ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പൃഥ്വിരാജ്. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ്റെ ഒരു കംബാക്ക് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്, ഫാൻസ് ഉൾപ്പെടെ, ന്യൂട്രൽ ഓഡിയൻസ് ഉൾപ്പെടെ. ഇതിലൊരു ഡയലോഗുണ്ട്, ഹീസ് കമ്മിങ് ബാക്ക്. അത് മറ്റേതാ സാധനം, എൽ ഈസ് കമ്മിങ് ബാക്ക്, ലൂസിഫർ അല്ല, ലാലേട്ടൻ ഈസ് കമ്മിങ് ബാക്ക് എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെ ഡയലോഗ്സ്, ടീസറിൽ കാണിച്ചിരിക്കുന്ന ഡയലോഗ്സ് മുഴുവനും നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ള ലൂസിഫറിലെ ഡയലോഗ്സാണ്. അതിലേറ്റവും ലൂസിഫർ ഇപ്പോഴും കണ്ടാലും ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന ആ സീൻ ഉണ്ടല്ലോ, നിനക്ക് ചുറ്റിലും ആരുമില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവനെ വിളിക്കണം, സ്റ്റീഫൻ എന്ന് പറയുന്ന ആ സാധനമല്ല മഞ്ജു വാര്യരോട് പറയണത്, അത് ഇതിൽ കാണിച്ചിട്ടുണ്ട് ടീസറിൽ. അങ്ങനെ മൊത്തത്തിൽ ടീസർ കണ്ട സമയത്ത് സിനിമയുടെ വലുപ്പം കാണിച്ചു തന്നിട്ടുള്ള ഒരു പരിപാടി. ഇനി ട്രെയിലർ ഉണ്ടെങ്കിൽ അതിലായിരിക്കും മറ്റേ ഞാൻ പറഞ്ഞ ഈ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ ഇപ്പം കയറണം തിയേറ്ററിൽ എന്ന് തോന്നുന്ന ആ പരിപാടി ഉണ്ടെങ്കിൽ ട്രെയിലറായിരിക്കും ഉണ്ടാവുക. എന്തായി കഴിഞ്ഞാലും തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് ഈ വർഷം 2025 കാണാൻ വേണ്ടി ഇത്രയും കാത്തിരിക്കുന്ന മറ്റൊരു മലയാള സിനിമയില്ല. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് മുതൽ എല്ലാവരും തന്നെ റെസ്പെക്റ്റീവ് ഓഫ് ഫാനിസം ആൻഡ് ഓൾ, എല്ലാവരും തന്നെ ഒരു മലയാള സിനിമ എന്ന നിലയ്ക്ക് കാണാൻ കാത്തിരിക്കുന്ന പരിപാടിയാണ്. പിന്നെ എത്രത്തോളം ഇതിൽ പണി വെച്ചിരിക്കുന്നത് എന്നുള്ളത് as I already said, സിനിമ കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ March 27 L2E.